നമുക്ക് ആ വെള്ളരിയിലെ ഉണ്ടാക്കിയ കറി ലേശം ആദ്യമായിട്ട് നമ്മളെ കൃഷിയിൽ ഉണ്ടാക്കണതല്ലേ നോക്കിയേക്കണം നോക്കിയത് ഞാൻ അടുത്ത് കറി അടുത്താ മത്തി പ്രാവശ്യം കൂട്ടിണ്ടായിരുന്നില്ല, മേടിക്കാറില്ല. വെള്ളരിക്ക് കഴിപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്ത് ടേസ്റ്റല്ലേ അത്. നമ്മൾ ഈ ജൈവവളം ഇട്ടുണ്ടാക്കണല്ലേ, ചാണകപ്പൊടി. കഴിപ്പൊന്നുമില്ല കേട്ടോ അല്ലേ? കഴിപ്പില്ല. ആണിപ്പോ ഇതിന് പറഞ്ഞ വില കൊടുത്തിട്ട് ആൾക്കാർ മേടിക്കുന്നത്. വാങ്ങാറുണ്ടേ അപ്പുറത്തില്ലേ? അതിലല്ല ഉണ്ടാവും അവിടുത്തെ അവിടുത്തെ ഭയങ്കര നമുക്ക് വീഡിയോയിൽ മേടിക്കുന്ന ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് നമ്മൾ നല്ല വ്യത്യാസം കിട്ടും അല്ലേ? ഞാൻ സാധാരണ കറി ഈ കറി കൂട്ടാത്ത അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചിലരൊക്കെ പറയണത് ഭയങ്കര കയ്പുണ്ടാവുന്നൊക്കെ. അതൊക്കെ വെറുതെ പറയാം. എന്നെ സംബന്ധിച്ചിട്ടാ നമ്മള് കയ്പുണ്ടാവണം എന്താ വെച്ചാ അതിന്റെ ആ തൽഭാഗം ഉണ്ടല്ലോ, അതത് കട്ട് ചെയ്യാം. അവിടെയാണ് അതിന്റെ പ്രശ്നം. ചിലതിന് കുഴപ്പമൊന്നുമില്ല. അത് ഈ കൂടുതൽ ഈ കുക്കുംബറിനാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ കയ്പ്, അപ്പൊ അതിന്റെ ആ തലഭാഗം കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഉരച്ചു കഴിഞ്ഞാല് കയ്പ്. അപ്പൊ ഒരു പാല് മറ്റൊരു സാധനം വരും, അതിലാണ് ഈ കയ്പ്. ഇല്ല, ഇതിന് പറ്റില്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല. കുക്കുംബറിന് മാത്രമേ ഉള്ളൂ ചിലതിന്. നാളെ നമുക്ക് ഇനി ബാക്കി വീഡിയോ എടുക്കണോട്ടോ. എൻ്റെ ബാക്കി പച്ചക്കറിയിൽ ഉണ്ടല്ലോ, നാളത്തെ ഇതിൽ നമുക്ക് എടുക്കണോട്ടോ. അങ്ങനെ മടങ്ങും ഇതൊക്കെ കുറെ പൊട്ടിച്ചുകൊണ്ട് നമ്മളെ നമ്മളിപ്പോ അതിന് മിളകിപ്പോ മേടിക്കാറില്ലല്ലോ. നമ്മളിവിടെ എല്ലാ സാധനവും നമ്മളിവിടെ ഉണ്ടാക്കണ്ടല്ലോ. തക്കാളി പൊട്ടിക്കാനായിട്ടില്ല. നാളെ നമുക്ക് സിനിമയ്ക്ക് പോയല്ലോ. നാളെ പറ്റില്ല, നാളെ വേറെ സാട്ടെ വിഷുവിന് പോവാം. വിഷു നല്ല തിരക്കാവും, വിഷു കഴിഞ്ഞിട്ട് പോവാം. കറി എന്തായാലും നന്നായിട്ട് കേട്ടോ, കറി കഴിച്ചോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ.